ഗൈസ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഇന്ന് എൻ്റെ കോളേജിൽ ഫ്രഷേഴ്സ് ഡേ ആണ്. സോ ഞാനിന്ന് ഫ്രഷേഴ്സ് ഡേ ഒന്ന് വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ക്ലാസ്സിലെത്തി. ഇതാ ക്ലാസ്സിൽ ഒരു ആൺതരി വന്നിരിപ്പുണ്ട്. എന്താണ് എനിക്ക് കിട്ടാൻ പോകുന്ന പണി എന്ന് ആലോചിച്ച് അവ ഇരിക്കുവാണ് കേട്ടോ. എല്ലാവരും എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്ന് ഉച്ചയ്ക്ക് ശേഷം നടക്കാൻ പോകുന്ന നമ്മുടെ ടാലൻറ്റ് ഷോയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസിലേക്ക് കടന്നേ. പ്രോഗ്രാം നടക്കുന്നത് തിങ്കളാഴ്ചയാണ്. ഇങ്ങനൊരു ഷോ നടക്കുന്ന കാര്യം നമ്മൾ അറിയുന്നത് വ്യാഴാഴ്ചയാണ്. വെള്ളിയാഴ്ച പാട്ടും സെറ്റ് ചെയ്ത് ഇന്ന് രാവിലെ വന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടാണ് കേട്ടോ ഉച്ചയ്ക്ക് തട്ടേ കയറാൻ പോകുന്നത്. എത്രത്തോളം സക്സസ് ആവുമെന്നൊന്നും അറിയത്തില്ല, പക്ഷെ ഉള്ള 25 പേരും നമ്മൾ പറ്റുന്നത്ര എഫേർട്ട് ഇട്ട് പ്രോഗ്രാം സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മളെ സീനിയേഴ്സ് മേലോട്ട് പോകാൻ വേണ്ടി വിളിച്ചേക്കാണ്. ഇതൊക്കെ എൻ്റെ ക്ലാസ്സിലെ കുട്ടികളാണ് ഗൈസ്. നമുക്ക് പണി വാങ്ങിയിട്ട് വരാം ഗൈസ്. ഓക്കെ, എല്ലാരും എങ്ങോട്ട് പോവാം? നമ്മള് ഫ്രഷേഴ്സിന് പോവാണ് ഗൈസ്. പണി വാങ്ങാൻ പോവാ. ഹായ് പറയൂ ടീച്ചർ. ഏറ്റവും സുന്ദരിയായ ടീച്ചർ എവിടെ? ഇനി ഒരു ടീച്ചറും കൂടെ ഉണ്ട്. ഏറ്റവും സുന്ദരിയായ ടീച്ചർ അർച്ചന ടീച്ചർ. നമ്മുടെ ക്ലാസ് ടീച്ചറാണ് ഗൈസ്. സുന്ദരിയാണ്. പിന്നെ ഇവരെ പറയണ്ടല്ലോ സുന്ദരിയല്ല. എവിടെ? വരൂ. സർവീസിലെ ഏറ്റവും സീനിയറും കാഴ്ചയിലെ ഏറ്റവും ജൂനിയറുമായിട്ടുള്ള സിമി ടീച്ചർ. എല്ലാരും ബ്ലഷ് ചെയ്യണം ഗൈസ് ഇവിടെ നിന്ന്. ഓക്കെ, പണി വാങ്ങാൻ പോവാൻ റെഡി ആണോ? ഓഡിറ്റോറിയത്തിലേക്ക് പോയപ്പോൾ കണ്ടത് സീനിയേഴ്സൊക്കെ നമ്മളെ ഇങ്ങനെ വെൽക്കം ചെയ്യാൻ വേണ്ടി നിൽക്കുന്നതാണ്. പിന്നെ അടുത്തേക്ക് ചെന്നപ്പോൾ ആണ് വെൽക്കം ചെയ്യാനല്ല, അവർ പണിയും വെച്ചുകൊണ്ട് നിൽക്കുന്നതാണെന്ന് മനസ്സിലായത് കേട്ടോ. കണ്ടപ്പോൾ എൻ്റെ ചങ്ക് കലങ്ങിപ്പോയി ഗൈസ്. അവർ നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പോകുന്നെന്ന് റബ്ബിനറിയാം. കാരണം പൗഡർ, കരി, റിബൺ എനിക്കറിയത്തില്ല. എല്ലാരും അവസാനമായിട്ട് ഈ ലുക്കിൽ കണ്ടോ? എന്ത് പറ്റിയാലും ഞാൻ സുന്ദരനായിരിക്കും. ഗൈസ്, വെള്ളം ആയതുകൊണ്ട് തന്നെ ആരും ഒന്നും ചെയ്യൂല. നമുക്കിതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. അങ്ങനെ വലത് കാലം വെച്ച് ഞാൻ ഹാളിലേക്ക് കയറിയിരിക്കുകയാണ്. എന്തെങ്കിലും ചെറിയ പണി കിട്ടിയാൽ മതി എന്നുള്ള പ്രാർത്ഥനയിലാണ് കേട്ടോ ഞാൻ. അങ്ങനെ സീനിയേഴ്സ് തന്ന മേക്കപ്പിൻ്റെ ഫലമായിട്ട് നമ്മൾ ഭയങ്കര സുന്ദരന്മാരായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുവാണ്. ഇത് ഞാൻ നോക്കി എട്ടി ഒരുങ്ങി നമ്മൾ വന്നത്. അങ്ങനെ ടീച്ചേഴ്സിൻ്റെ ഒന്നും കോംപ്ലിമെൻറ്റ് കിട്ടിയിരിക്കുകയാണ്. എന്തൊക്കെ വന്നാലും നമ്മൾ സുന്ദരികളാണെന്നാണ് കേട്ടോ ടീച്ചർ പറയുന്നത്. ആക്ച്വലി ഇന്നത്തെ ഒരു ദിവസം 3 പ്രോഗ്രാംസാണ് നടക്കുന്നത്. ഫസ്റ്റ് വൺ നമ്മുടെ ഫസ്റ്റ് ഇയേഴ്സിൻ്റെ ഇനാഗ്രേഷൻ ആൻഡ് സെക്കൻഡ് വൺ ഫ്രഷേഴ്സ് ഡേ ആൻഡ് ഉച്ചയ്ക്ക് ശേഷം ടാലൻറ്റ് ഡേ ആണ് കേട്ടോ നടക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇനാഗ്രേഷൻ ആയിരുന്നു. നമ്മുടെ കോളേജിൻ്റെ മാനേജിങ് ഡയറക്ടറായിട്ടുള്ള സുരേഷ് സാറാണ് കേട്ടോ അത് നിർവഹിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ സീനിയേഴ്സ് തരാൻ വെച്ചിരുന്ന പണി ഓരോന്നായി നമ്മളെ തേടിയെത്തി. അതിലൊന്നും നമ്മൾ തളർന്നില്ല. നമ്മളെല്ലാവരും നല്ല അടിപൊളിയായിട്ട് സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ തന്നെ എല്ലാ ടാസ്കും കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. പരിപാടിയെല്ലാം കഴിഞ്ഞു. ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ടാലൻറ്റ് ഷോ ആണ്. സോ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇനി റെഡി ആവണം. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. എന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഉച്ചത്തെ പ്രോഗ്രാമിന് വേണ്ടി റെഡി ആവാം കേട്ടോ. ഇന്ന് ഞാൻ ഫുഡ് എടുക്കാൻ മറന്നു പോയിട്ടോ. സംഭവം ഞാൻ ഫുഡൊക്കെ എടുത്ത് എല്ലാം സെറ്റ് ചെയ്ത് ടേബിളിൻ്റെ പുറത്ത് വരെ വെച്ചതാണ്. പക്ഷേ പ്രോഗ്രാമിൻ്റെതായ കുറച്ച് കോസ്റ്റ്യൂമും ഒക്കെ എടുക്കാൻ ഉണ്ടായിരുന്നത് കൊണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ ഫുഡ് എടുത്ത് വെക്കാൻ മറന്നുപോയി. അങ്ങനെ എൻ്റെ സ്നേഹനിധികളായ ചേച്ചിമാർ എനിക്ക് ആഹാരം നന്നെങ്കിൽ സഹായിച്ചു. അതിനുശേഷം ഞാനും ഷെഫിയും കുറച്ച് നേരം പ്രാക്ടീസ് ചെയ്തൊക്കെ നോക്കിയിട്ട് പിന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് പോയിട്ടോ. റെഡി ആവാം ഷെഫി. നമ്മൾ റെഡി ആവാൻ പോവാണ്. നമുക്ക് ഇന്നൊരു ഡുവറ്റ് ഡാൻസ് ഉണ്ട്. സോ നമുക്ക് റെഡി ആവാം. നീ വിളിക്കണം, നീ പ്രോഗ്രാം കൺവീനർ. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം ലൈക്ക് നമ്മുടെ ഷെഫി നിൽക്ക്, നമ്മുടെ ടാലൻറ്റ് ഡേ തുടങ്ങാൻ പോവാ. സോ ഞാനും ഷെഫിയുടെയും ഒരു ഡുവറ്റ് ഡാൻസ് ഉണ്ട്. സോ നമ്മൾ ഒരേപോലത്തെ സാരിയൊക്കെ എടുത്ത് റെഡിയായി. അപ്പം നമുക്ക് പ്രോഗ്രാം നടക്കുന്ന ഹാളിലോട്ട് പോവുകയാണേ.
എന്താവും എന്തല്ലേ ഷെഫി? ഒന്നും അറിയത്തില്ല, എന്താവും ദൈവത്തിനറിയാം. ഹാളിലെത്തുമ്പോൾ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. രാവിലെ നടന്ന പ്രോഗ്രാമിൻ്റെ സെയിം ഹാളാണ്. അവിടെ വെച്ചിട്ട് നമ്മുടെ പ്രോഗ്രാം അത്രയേ ഉള്ളൂ. ഈ കെട്ടിയായിരിക്കും പോകണമെന്ന് വിചാരിക്കും. നമ്മളെല്ലാം പ്രാക്ടീസ് ചെയ്ത് അടിപൊളിയായിരുന്നു. പോയിട്ട് ഒന്നും പഠിച്ചിട്ടില്ല. കാരണം തകർത്തു. വ്യാഴാഴ്ചയാണ് നമുക്ക് പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്തിട്ട് തിങ്കളാഴ്ച പ്രോഗ്രാമാണെന്ന് പറഞ്ഞു. അപ്പം നമ്മളെങ്ങനെയാണ് പഠിക്കുക? സമയം കിട്ടിയില്ല പഠിക്കാൻ. സോ ഒരു ദിവസം കൊണ്ട് തട്ടിക്കൂട്ടിയതാ ഓൺലൈനായിട്ടൊക്കെ. നമുക്ക് നോക്കാം പ്രോഗ്രാം നടക്കുമ്പോൾ. നമ്മുടെ ക്ലാസ്സിലെ രേവതി ചേച്ചി, ഞാനൊരു കവിത പാടാൻ പോവുകയാണ്. കവിത ചൊല്ലി ഇനി ഇവിടെ നിൽക്കുന്നത് ശരിയാവില്ല. ആങ്കർ റെഡി ആണോ? ഷീസ് ദ ആങ്കർ. ഇന്നത്തെ ഷോ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് ദിസ് ടു ബ്യൂട്ടിഫുൾ ലേഡീസ് ആണ്. ദ അനു വി ആൻഡ് ഓൾസോ അനു SA. അങ്ങനെയാണ് കാര്യങ്ങൾ. ടെൻഷനൊന്നുമില്ല. പക്ഷെ ഞാൻ സ്റ്റെപ്പ് പഠിച്ചത് കറക്റ്റ് പഠിച്ചില്ല. അപ്പം ഞാൻ പഠിച്ചില്ല നല്ലപോലെ ഡാൻസ്. സോ എനിക്ക് അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടെന്നല്ലാണ്ട് ഞാൻ ഓക്കെയാണ്. സാരിയൊക്കെ എനിക്കിഷ്ടമായി. മെറൂൺ ഷെയ്ഡ് കണ്ടു ഗോയ്സ്. നമ്മുടെ കോളേജിൽ നിന്നുള്ള വ്യൂ ആണ്. അതിൻ്റെ കുന്നിൻ്റെ മേലെ ഇരിക്കുന്ന കോളേജാണ്. വിദ്യാർത്ഥികളുടെ കഴിവുകൾ മാറ്റിവെടിക്കുന്ന അങ്ങനെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. ആദ്യം ഇന്ദു ചേച്ചിയുടെ വക ഒരു പൂജ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സോളോ പെർഫോമൻസ് ആയിട്ട് കവിത പാരായണവും സോളോ ഡാൻസും പാട്ട് പാടാനും ഒക്കെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാനും ഷെഫിയും കൂടി എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട്. നമ്മുടെ ഒരൊറ്റ ദിവസത്തെ പ്രാക്ടീസാണ് കേട്ടോ ഈ കാണുന്നത്. ഒരൊറ്റ ദിവസം കൊണ്ട് തട്ടിക്കൂട്ടാൻ പറ്റുന്ന മാക്സിമം നമ്മൾ പെർഫോം ചെയ്തിട്ടുണ്ടെന്നാണ് കേട്ടോ നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷെ നമ്മുടെ കോർഡിനേഷൻ്റെ കാര്യത്തിൽ കുറച്ച് ലാഗൊക്കെ വന്നു. പ്രോഗ്രാം അത്രത്തോളം കണ്ട് നമുക്ക് അങ്ങോട്ട് സക്സസ് ആയില്ല. ബട്ട് നമുക്കതൊന്നും ഒരു പ്രശ്നമില്ല. കാരണം നമ്മുടെ ക്ലാസ് തുടങ്ങിയിട്ട് ജസ്റ്റ് ഒരു മാസവും കുറച്ച് ഡേയ്സും മാത്രമേ ആയിട്ടുള്ളൂ. പക്ഷേ ഈ ഒരു ചുരുങ്ങിയ കാലയളവ് കൊണ്ട് തന്നെ നമ്മൾ ക്ലാസ്സിലുള്ള എല്ലാവരുമായിട്ട് ഭയങ്കര ബോണ്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മൾ ജസ്റ്റ് 25 പേരേ ഉള്ളൂ ക്ലാസ്സിൽ. നമ്മൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സഹകരണമാണ്. സോ നമുക്ക് ഇപ്പോൾ ഉണ്ടായ ഭാഗപ്പിഴകൾ എല്ലാം പരിഹരിച്ച് നമുക്ക് അടുത്ത് കിട്ടുന്ന പ്രോഗ്രാം നല്ല ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ നമ്മളെല്ലാവരും ഒരുപോലെ ഉണ്ടാവും കേട്ടോ. ബൈ ദ വേ നമ്മുടെ പ്രോഗ്രാം എല്ലാം അങ്ങനെ അവസാനിക്കുകയാണ്. ഒരു പ്ലാനിങ്ങും ഇല്ലാണ്ട് ഞാൻ ഒരു മാപ്പിളപ്പാട്ടൊക്കെ കയറി പാടിയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമ്മുടെ ഒരു തട്ടിക്കൂട്ട് ഫാഷൻ ഷോയും കൂടെ കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്രോഗ്രാം ഫുൾ അവസാനിച്ചു. പിന്നെ കുറച്ച് നേരം എൻജോയ്മെൻ്റ് ആയിരുന്നു. കോളേജ് ടൈം കഴിഞ്ഞതുകൊണ്ട് തന്നെ പലരും വണ്ടിയെടുത്ത് വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഉണ്ടായിരുന്നവരെല്ലാം വെച്ച് നമ്മൾ കുറച്ച് നേരം ഡാൻസൊക്കെ കളിച്ചിട്ട് പിരിഞ്ഞു കേട്ടോ. പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു. നമുക്കിനി വീട്ടിലോട്ട് പോവാം. കുഴപ്പമില്ലായിരുന്നു. നമുക്ക് പഞ്ച് ചെയ്യണം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക്. കണ്ടോ? ഓക്കെ ബൈ. ഇതാണ് എൻ്റെ ക്യാമ്പസ്. ലൈക്ക് ഒരു കുഞ്ഞ് ക്യാമ്പസ് ഒന്നും പറയില്ല. കണ്ടോ? ഇത്ര നീ കാണുന്നത് തന്നെ കോളേജ്. സോ ഈ ഒരു കുട്ടി വ്ളോഗിനെ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.